കേരളം വീണ്ടും ഒരു വർഗീയ പരീക്ഷണശാലയാവുകയാണോ? UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന് മുഖ്യമന്ത്രി. അതല്ല LDF വർഗീയത ആളിക്കത്തിക്കുകയാണെന്ന് പ്രതിപക്ഷം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ വയറു നിറയ്ക്കാനുള്ള വഴികളല്ല, മറിച്ച് പഴയ കലാപങ്ങളും മതവൈരവുമാണ് ഇവിടെ ചർച്ചയാകുന്നത്. വികസനത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ലാത്ത എന്നാൽ വർഗീയതയിൽ കൊടിപിടിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ മുന്നണികൾ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രിയുടെയും LDFന്റെയും ഇരട്ടത്താപ്പ്, മുഖ്യമന്ത്രി പിണറായി വിജയനും AK ബാലനും ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ജമാഅത്തെ ഇസ്ലാമി പേടി ആരെ സുഖിപ്പിക്കാനാണ്? വർഗീയതയെ എതിർക്കുമെന്ന് പറയുന്നവർ തന്നെ എന്തിനാണ് പഴയ മാറാട് കലാപത്തിന്റെ മുറിവുകളൊക്കെ മാന്തി പൊളിക്കുന്നത്? ഭരണപരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ചർച്ചയാകാതിരിക്കാൻ മുഖ്യമന്ത്രി ഭയത്തെ ഒരു ആയുധമാക്കുകയാണ്. UDF വന്നാൽ വർഗീയതയുണ്ടാകുമെന്ന് പറയുന്നത് ഭരണം നിലനിർത്താനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് മാത്രമാണ്. അത് കേട്ടു നിൽക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. മുൻപ് ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി പ്രാദേശിക തലത്തിൽ സഖ്യമുണ്ടാക്കിയ ചരിത്രം CPMനില്ലേ? അന്നില്ലാത്ത മതരാഷ്ട്രവാദം ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പൊടിതട്ടിയെടുക്കുന്നത്. 3 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ യോഗം വിളിക്കുന്നത് ശുദ്ധമായ രാഷ്ട്രീയ നാടകം തന്നെയാണ്. ഇനി UDFന്റെ നിലപാടില്ലായ്മയിലേക്ക് നമുക്ക് വരാം. നമ്മളിവിടെ ഒരു വശത്തെയും ന്യായീകരിക്കുന്നില്ല. മറുഭാഗത്ത് UDFന്റെ അവസ്ഥ. അധികാരം കിട്ടാൻ ആരുടെ കാലും പിടിക്കാൻ തയ്യാറാണോ കോൺഗ്രസ് എന്ന ചോദ്യം ശക്തമാണ്. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം. UDF എന്നാൽ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നതായി മാറിയോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ VD സതീശനോ K സുധാകരനോ കഴിയുന്നില്ല. ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനത്തെ പണ്ട് എതിർത്തവർ ഇന്നവർക്ക് മുന്നിൽ വിനീത വിധേയരാകുന്നത് അധികാരമോഹം കൊണ്ട് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ VD സതീശൻ ആരാണ്? വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തീവ്ര ചിന്താഗതിയുള്ള സംഘടനകളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ മതേതരത്വത്തിന് ഗുണകരമാണോ? AK ആന്റണി പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കുത്തുകയാണ്. വർഗീയതയോടുള്ള നിലപാടിൽ വ്യക്തത വരുത്തുന്നതിന് പകരം ഓരോ നേതാക്കളും ഓരോന്ന് പറയുന്നത് അണികളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. മാറാട് കലാപവും രാഷ്ട്രീയ ചൂഷണവും. മാറാട് കലാപത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഇന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ആർക്കെങ്കിലും നീതി കിട്ടണമെന്നുണ്ടോ? LDF ഇത് UDFനെ തളയ്ക്കാനുള്ള ആയുധമാക്കുന്നു. UDF ആകട്ടെ പ്രതിരോധിക്കാൻ കഴിയാതെ പതറുന്നു. ഈ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ ബലിയാടാകുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ മാത്രമാണ്. മതപരമായ ധ്രുവീകരണം ഉണ്ടായാൽ മാത്രമേ വോട്ട് കിട്ടൂ എന്ന അവസ്ഥയിലേക്ക് ഇരു മുന്നണികളും കേരളത്തെ എത്തിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭിന്നിപ്പിച്ച് ഭരണമെന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും. പിണറായി വിജയൻ പടർത്തുന്ന ഭീതിയും VD സതീശൻ നടത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒരേ ലക്ഷ്യത്തിലേക്കുള്ളതാണ്: അധികാരം. വികസനവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ചർച്ചയാകേണ്ട വേദികളിൽ വർഗീയതയുടെ വിഷം കലർത്താൻ ഇരു മുന്നണികളും മത്സരിക്കുകയാണ്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ നാടകങ്ങൾ തിരിച്ചറിയണം. ഒരു 3ാം മുന്നണി വന്നാൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ. അതെ, അത് BJP ആണ്. കേന്ദ്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും.